നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ ഞാൻ നിന്നെ പറയിപ്പിച്ച് അത് ചെയ്യിപ്പിച്ചു. ഫോഴ്സ് ചെയ്യല്ല, മറ്റേ പറയിപ്പിച്ചങ്ങ് ചെയ്യിപ്പിക്കൂലേ, അതിനെന്താ ഇംഗ്ലീഷിൽ പറയാം? ഒരു ഫ്രേസ് ഉണ്ട്, വേർഡ് ഇസ് പെർസുവേഡ് ചെയ്യാന്നുള്ള ഒരു വേർഡ്. പക്ഷെ ഇത് തന്നെ ഒരു ഫ്രേസൽ വേർബിലും കൂടി നമുക്ക് പറയാം. അതെന്താണെന്നറിയോ? പുഷ് സമ്മൺ അല്ല, ടോക്ക് സമ്മൺ ഇൻ ടു എന്നുള്ള ഒരു ഫ്രേസ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഓക്കെ, സോ ഇഫ് ഐ ക്യാൻ ടോക്ക് യു ഇൻ ടു എനിത്തിങ്. എനിക്ക് നിന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിക്കാം, കാരണം ഞാൻ പറഞ്ഞാൽ നീ എന്തായാലും കേൾക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ സോ ടോക്കിംഗ് സമ്മൺ ഇൻ ടു സംതിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പറഞ്ഞ്, അത് ഫിസിക്കലി ഫോഴ്സ് ചെയ്യൊന്നല്ല, സംസാരത്തിലൂടെ നമ്മൾ അവരെ പറഞ്ഞ് ഇതാക്കുക. ഓക്കെ, അതെ, നമ്മളൊരു കാര്യം ചെയ്യിപ്പിക്കാം. ഓക്കെ, അവൾ എന്നെ കൊണ്ട് പുതിയൊരു ഫോൺ പറഞ്ഞ് വാങ്ങിപ്പിച്ചു. അയ്യോ, എനിക്ക് ആദ്യത്തെ സെന്റൻസ് പറഞ്ഞോണ്ടാ. Okay, she talked me into buying a new phone. She talked me into buying a new phone. Into എന്നുള്ള വേർഡാണ് അവിടെ മെയിൻ ആയിട്ട് വരേണ്ടത്, അതിലേക്ക് ആക്കി എന്നുള്ള മീനിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ അവനെ പാർട്ടിയിൽ വരാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു. They talked him into to come to the party. Coming into the party. അവിടെ ing ഫോം യൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ഞാൻ തരാം. അവന്റെ പേരൻസിനെ ട്രിപ്പിന് പറഞ്ഞയക്കാൻ വേണ്ടി പറഞ്ഞ് സമ്മതിപ്പിച്ചു. അപ്പൊ പേരൻസിനെ കൺവിൻസ് ചെയ്തു എന്നാണ് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. സോ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം.